സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും സിംഗ് ആൻഡ് സിംഗ് ജേണി വിത്ത് ജീസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ലാളിത്യത്തിന്റെയും ത്യാഗത്തിന്റെ അടയാളമായ ക്രിസ്തുമസിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ലോകത്തിന്റെ മാനവരാക്ഷിയുടെ രക്ഷയ്ക്കായി യാഗമാകുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി നൽകിയ ഒരു സുദിനമാണല്ലോ ക്രിസ്തുമസ്. ദൈവം ഇമ്മാനുവേലായി നമ്മോട് കൂടെ പാർത്ത ഒരു സുദിനം. ഇമ്മാനുവേൽ എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണല്ലോ അർത്ഥം. സ്വർഗം താണിറങ്ങി വന്ന ആ ഒരു സുദിനം ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നൽകിയ യേശുക്രിസ്തുവിന്റെ പ്രവചനങ്ങളുടെ, യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തു ജനിക്കുമെന്നുള്ള ആ ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമായി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മീഖാ പ്രവാചകൻ പറയുന്നത് പോലെ ബെത്ലഹേം എന്ന് പറയുന്ന ആ പട്ടണത്തിൽ, ദാവീദിന്റെ പട്ടണത്തിൽ യേശുക്രിസ്തു ജനിക്കുമെന്നും, യെശയ്യാവ് തന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്ന ആ ഒരു പ്രവചനത്തിൽ കൂടെയും എല്ലാം, അതുപോലെ തന്നെ വെളിപ്പാടിൽ യേശുക്രിസ്തുവിനെ പറയുന്ന ഉദയ നക്ഷത്രമായി ഞാൻ ഉദിക്കും എന്നുള്ളത്, അതുപോലെ ഉൽപ്പത്തിയിലെ സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും എന്നൊക്കെ പറയുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ഒരു സുദിനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ ഒരു ജനനം നൽകുന്ന സന്തോഷമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തിൽ കൂടെ ലഭിക്കുന്ന ആ ഒരു സന്തോഷത്തിന്റെ സുദിനമാണ് ഈ ക്രിസ്തുമസ്. ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനം നൽകിയതിന് വേണ്ടി ഒരുക്കിയത് ഈ കാലിത്തൊഴുത്താണ് പ്രിയമുള്ള. ആ കാലിത്തൊഴുത്തിൽ അജ്ഞാനികളായ ആട്ടിടയന്മാരും വിജ്ഞാനികളായ വിദ്വാൻമാരും മൃഗങ്ങളും സസ്യങ്ങളും പ്രപഞ്ചം മുഴുവൻ ഒന്നുകൂടി ചേർന്ന് ഒരുമിച്ച് ചേർന്ന ഐക്യതയുടെ അനുഭവമായി അത് ഒരു ദൈവരാജ്യത്തിന്റെ പ്രതീകമായി അവിടെ മാറുകയാണ്. ഒന്നാമതായി അവിടെ ജ്ഞാനികളായ അല്ലെങ്കിൽ വിദ്വാൻമാർ, ദൈവത്തെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ആ വിദ്വജ്ജനം അവിടെ ഒരുമിച്ച് കൂടുകയാണ്. എപ്പോഴും ദൈവത്തെ ആ പ്രവാചകന്മാർ പ്രവചിച്ച മുഖാന്തരം ആ ദൈവത്തെ മെസ്സിഹയായി ദൈവം വെളിപ്പെടും എന്നുള്ള ആ ദൈവപുത്രന്റെ ആ ഒരു അവതാരത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ഒരു വിജ്ഞാനികൾ ദൈവത്തെ ദൈവം പിറന്നതായി മനസ്സിലാക്കിക്കൊണ്ട് ആ നക്ഷത്രം, ഒരു ഉദയ നക്ഷത്രം, ഒരു പ്രത്യേക നക്ഷത്രം കിഴക്കുദിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് അവർ പക്ഷേ എത്തിച്ചേർന്നത് ഹെരോദാവിന്റെ പട്ടണത്തിലായിരുന്നു, ഹെരോദാവിന്റെ കോട്ടയിലേക്കായിരുന്നു. ആ ഒരു പ്രത്യേകിച്ച് ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ആ വിദ്വജ്ജനം ഒരുപക്ഷെ തെറ്റായ മാർഗത്തിൽ കൂടെ ആ നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു കണ്ണ് വ്യതിചലിച്ചു കൊണ്ടാകാം ഒരുപക്ഷെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. പ്രത്യേകിച്ച് അവരുടെ ജ്ഞാനത്തിൽ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവര് ഈ ദൈവത്തെ അന്വേഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ദൈവം സാധാരണ രാജാവായി, യഹൂദന്മാരുടെ രാജാവായി ജനിക്കുമ്പോൾ അത് രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ. ആ ഒരു രാജകൊട്ടാരത്തിലേക്ക് ജനിക്കും എന്നുള്ള ആ ഒരു പ്രതീതി കൊണ്ടായിരിക്കാം ഈ വിദ്വജ്ജനം ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക്. എന്നാൽ അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു പ്രിയമുള്ളവരെ. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുകുട്ടികളെയും ആ സമയത്ത് അവിടെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാണ് ഒരുപക്ഷെ ആ ഹെരോദാവ് കൊടുത്തത് എന്ന് മനസ്സിലാക്കണം. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ആ നക്ഷത്രത്തിന്റെ ആ ഭാഗത്തിലേക്ക് കണ്ണ് ഉയർത്തി നിൽക്കുന്ന ആ വിദ്വജ്ജനം അതിൽ നിന്ന് പക്ഷേ കണ്ണ് മാറ്റിയപ്പോൾ സംഭവിച്ചത് ഒരു വളരെ ദുരന്തമായിരുന്നു. ആ ഒരു അസമാധാനത്തിലേക്ക് പോയി. നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തു ആകുന്ന ആ ഒരു ഉദയ നക്ഷത്രത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉദയ നക്ഷത്രത്തിലേക്ക് നമുക്ക് കണ്ണ് ഉയർത്തിക്കൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. വെളിപ്പാട് 22:10 പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു ഉദയ നക്ഷത്രം എന്ന് തന്നെ അവിടെ പറയുകയാണ്. യേശു ക്രിസ്തു ആകുന്ന ഉദയ നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ ആ യേശു ക്രിസ്തു ആകുന്ന ഉദയ നക്ഷത്രത്തെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് അതിനെ ഒരു വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം 2:10 മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് ഈ വിദ്വാൻമാരുടെ കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞ് യേശുവിനെ കണ്ടതുകൊണ്ട് അവര് യേശുവിനെ മുൻപിൽ അവരുടെ സാഷ്ടാംഗം വീണ് അവർ നമസ്കരിച്ചു, ആരാധിക്കുന്നതായി മനസ്സിലാകും. പുന്നും മൂരും കുന്തിരിക്കവും അവരുടെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ താണു വണങ്ങി ആരാധിക്കുന്ന ആ വിദ്വജ്ജനം നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ മുൻപായി സർവ്വവും സമർപ്പിച്ചുകൊണ്ട് പുരോഹിതനായും പ്രവാചകനായും രാജാവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അടയാളമായിട്ടാണല്ലോ പുന്നുമൂരും കുന്തിരിക്കവും എല്ലാം അർപ്പിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ജീവിതങ്ങളെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ധന്യമായി തീരും. ഈ ക്രിസ്മസിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരും. അതോടൊപ്പം 2-ാം അധ്യായത്തിൽ തന്നെ പിന്നെ പറയുന്നത് 12-ാം അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്ന അവർ തിരിച്ച് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാതെ അവർ മടങ്ങി വേറൊരു വഴിയായി പോയിരുന്നു. യേശു ക്രിസ്തുവിനെ കണ്ട വിദ്വജ്ജനം, യേശു ക്രിസ്തുവിന്റെ മുൻപിൽ തങ്ങളെ തന്നെ ആരാധനയായി സമർപ്പിച്ച വിദ്വജ്ജനം യേശു ക്രിസ്തു
ക്രിസ്തുവിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കടന്നു ചെന്ന ജനം പിന്നീട് അവർ മടങ്ങി ഒരു തെറ്റായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും തെറ്റായ മാർഗങ്ങളെ ഒഴിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ സർവ്വവും സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ പാത സ്വീകരിച്ചുകൊണ്ട് വഴിയും സത്യവുമായ ജീവനുമായ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മോക്ഷയാത്രയിലേക്ക് ദൈവരാജ്യത്തിലേക്കുള്ള കടക്കുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥ മാർഗം സ്വീകരിച്ചുകൊണ്ട് സത്യമാർഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ആ കാലിത്തൊഴുത്തിൽ കൂടിയ വേറൊരു കൂട്ടരുണ്ടല്ലോ പ്രിയപ്പെട്ട ആട്ടിടയന്മാരാണ്. ലോകരക്ഷകനായ യേശുക്രിസ്തു പിറന്നുവെന്ന് അതാദ്യമായി ഈ ലോകത്തോട് ദൈവദൂതന്മാർ അറിയിച്ച ആ ഒരു സന്ദേശം ആദ്യമായി ലഭിച്ചത് ഈ ആട്ടിടയന്മാർക്കാണ്. ഒരു പക്ഷേ അവർ ഉറക്കത്തിലായിരിക്കും, അവരെ അന്വേഷിച്ചു കൊണ്ട് നടന്നവരല്ല. ജ്ഞാനികളെന്ന ലോകം വിധിക്കപ്പെട്ടവരായിരിക്കാം ഒരുപക്ഷെ. അന്ന് ആ സമൂഹത്തിൽ ഏറ്റവും താഴെ കിടന്ന ആട്ടിടയരാണ്. അവരുടെ അടുത്ത് ദൈവദൂതന്മാർ വന്ന് പറയുകയാണ്, ദൈവദൂത സംഘം പറയുകയാണ്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, സർവ്വലോകത്തിന് സന്തോഷമായി സർവ്വലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രഭുവായി യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അത് കേട്ട മാത്രമേ തന്നെ അവർ ഒട്ടും താമസിയാതെ 2-ാം അധ്യായം 16-ാം അധ്യായത്തിലാണ് പറയുന്നത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം, വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ വളരെ ബന്ധപ്പെട്ട് ഓടി അവർ ദൈവത്തെ കാണുവാനായിട്ട് ഓടുകയാണ്, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ, ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, അതാണ് സുപ്രസാദ കാലം. ഈ ഒരു ദിവസം ആ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ ദൈവികമായിട്ടുള്ള കരങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രിയമുള്ളവർ. എങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അനുദിനം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്ന പൈതലിനെ കുറിച്ച് അവർ കേട്ടതുപോലെ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു ദൈവികമായിട്ടുള്ള സന്ദേശം മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാളും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും യേശുക്രിസ്തുവിൽ കൂടെ പകരപ്പെട്ട ദൈവികമായിട്ടുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും ആ അനുഗ്രഹങ്ങളുമെല്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അതിനുള്ള ഒരു ദൗത്യം, ഒരു മിഷൻ നമുക്ക് നൽകുന്ന ആദ്യമായിട്ട് ആ ദൗത്യത്തിന്റെ അനുഭവത്തിലേക്ക് ഇടയന്മാർ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് രക്ഷയുടെ അനുഭവം നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കുവാനുള്ള ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം ഈ ക്രിസ്മസ് ദിനത്തിൽ. അതിന് ദൈവം നമ്മെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ 2:20 പറയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് അവർ കടന്നുപോയി എന്നുള്ള ആട്ടിടയന്മാർ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവം, ആ ഒരു വലിയ ഒരു അനുഗ്രഹത്തിന്റെ ആ ഒരു ഭാഗ്യകരമായ അവസ്ഥ മറ്റുള്ളവരേക്ക് അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനേകമായ അനുഗ്രഹങ്ങളും സന്തോഷവും നന്മയുടെ അനുഗ്രഹങ്ങളുടെയും കാലഘട്ടങ്ങളും സാഹചര്യങ്ങളും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവം നമുക്ക് നൽകിയ ഓരോ നിമിഷവും ദൈവം നൽകിയ ദാനങ്ങളാണെന്ന് നമ്മൾ ഉണർന്നുകൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ ദാനമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയും സ്തുതിച്ചും കൊണ്ട് ഈ ലോകത്തിൽ കടന്നു പോകേണ്ടവരാണ് പ്രിയമുള്ളവരെ. അതിനുള്ള ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം, ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുന്ന അനുഭവം കൂടെ ഇവിടെ ഇടയന്മാർ നമുക്ക് നൽകുന്ന സന്ദേശത്തിലുണ്ട്. ഇതെല്ലാം ക്രിസ്മസിന്റെ ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുന്ന ആ ഒരു സന്ദേശങ്ങളാണ്. ഈ യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായി നമ്മുടെ ജീവിതത്തിലേക്ക് താണിറങ്ങി വന്ന ദൈവമാണ് പ്രിയമുള്ളവരെ. യേശുക്രിസ്തുവിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നുള്ളതാണ്. ദൈവം തന്നെയാണ് ആ പേരിട്ടത്. യേശുക്രിസ്തു രക്ഷകൻ, മാനവരാശിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട്, രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേരിടണം എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ദൂതന്മാർ വന്ന് പറഞ്ഞത്. മനുഷ്യന്റെ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും, അസമാധാനത്തിൽ നിന്നുള്ള എല്ലാ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലും രക്ഷയുമാണ് ഈ യേശുക്രിസ്തു കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ലോകത്തിലെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ നമുക്ക് യാഗമായി കാൽവരി ക്രൂശിൽ യാഗമായി തന്നെ ഈ യോഹന്നാൻ 3:14 പറഞ്ഞ ഈ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യാഗമായി തീരുന്നതിന് വേണ്ടി ആ യേശുക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സർവ്വമഹിമകളും അടിഞ്ഞ് ഈ ലോകത്തിലേക്ക് തന്ന ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിതയാത്ര മുന്നോട്ട് പോകും. ദൈവം സ്നേഹത്തിൻ്റെ, അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് എന്ന് നാം പറയുന്നത്. അതൊരു സ്നേഹത്തിൻ്റെ അനുഭവമാണ്. അതോടൊപ്പം തന്നെ ദൂതന്മാർ
ആട്ടിടയന്മാരോട് പറഞ്ഞതുപോലെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നുള്ളതാണ്. ഈ ലോകത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവം, ഒരു മഹാസന്തോഷത്തിൻ്റെ അനുഭവമായ യേശുക്രിസ്തു ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മെ വെളിപ്പെട്ടു വരട്ടെ. അതോടൊപ്പം തന്നെ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുകയാണ്. സമാധാനത്തിൻ്റെ പ്രഭുവായി യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ നിത്യപിതാവായി, അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി യേശുക്രിസ്തു അവിടെ വെളിപ്പെടുകയാണ്. യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് ഒരു സമാധാനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനം അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെയും പലായനത്തിൻ്റെയും നടുവിലാണ് ജീവിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലും ഇതിൽ നിന്നും വളരെ വ്യത്യാസമൊന്നുമല്ല. ഹെരോദാവിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് വിജ്ഞാനികൾ മാറിക്കടന്നു പോയപ്പോൾ അവിടെ ഉണ്ടായ ആ അനുഭവം നമുക്കറിയാം. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുകയുണ്ട്. അതൊരു നിലവിളിയുടെ, ഒരു രാമയിൽ ഒരു വലിയ നിലവിളി ഉണ്ടായി എന്ന് പ്രവാചകൻ പറയുന്നത് പോലെ ഒരു നിലവിളിയുടെ സമാധാനത്തിൻ്റെ അനുഭവമായിരുന്നു ആ കാലഘട്ടം. അതുപോലെ തന്നെ പാലായനത്തിലേക്ക്, മിസ്രൈമിലേക്ക് യേശുക്രിസ്തുവും പാലായനത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ളവരോടുകൂടെ താതാത്മ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ദൈവികമായിട്ടുള്ള സന്തോഷവും സമാധാനവും നമുക്ക് ആശംസിക്കുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൽ. അത് ലോകം തരാത്ത സമാധാനമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഈ ഒരു സമാധാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കറിയാം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മളും ഒരു സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണം പ്രിയമുള്ളവർ. അപ്പോഴാണ് ഈ ക്രിസ്മസിൻ്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന ഒരു വലിയൊരു ദൈവീകമായിട്ടുള്ള സമാധാനത്തിൻ്റെ അനുഭവം, ലോക സമാധാനത്തിലേക്ക് വരുന്നത്. നമ്മളിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം പകരുവാനും സമാധാനം ലോകത്തിൽ ഉണ്ടാക്കുവാനും സാധിക്കും. അങ്ങനെ എല്ലാ മനുഷ്യരിലും സമാധാന പ്രഭുവായ യേശുക്രിസ്തു വരുവാൻ, അങ്ങനെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ ഈ ഒരു ക്രിസ്മസ് ദിനം നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ അതിന് ഇടയാകട്ടെ. അങ്ങനെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമായ ത്യാഗത്തിൻ്റെയും, അതോടൊപ്പം കാൽവരി ക്രൂസിൽ നിന്ന് സകല മഹിമകളും വെടിഞ്ഞ് കാലിത്തൊഴുത്തിൽ ഭൂജാതനായ യേശുക്രിസ്തുവിൻ്റെ ആ ലാളിത്യത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് ദിനം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയാവരട്ടെ. അതോടൊപ്പം തന്നെ ഇതൊരു നൽകപ്പെടുന്നതിൻ്റെ അടയാളം കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ. യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമാകുന്നതിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകി ആ ഒരു നൽകിയ സന്തോഷവും സമാധാനവും നമുക്ക് നൽകി. ഈ ഒരു സമാധാനം മറ്റുള്ളവരിലേക്ക് നാം നൽകപ്പെടുകയാണ്. നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരിലേക്ക് നൽകപ്പെടുന്ന ആ ഒരു ത്യജിക്കലിൻ്റെ അനുഭവം കൂടെയാണ്, ത്യാഗത്തിൻ്റെ അനുഭവം കൂടെയാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് നൽകപ്പെടുവാൻ, സമ്പത്തായിരുന്നാലും നമുക്ക് ഇല്ലാത്തത് നമ്മുടെ സ്വന്തക്കാരുടെ, നമ്മളെ അടുത്തുള്ളവരടുത്ത് മറ്റുള്ളവർക്ക് പകരപ്പെടുന്ന ആ മഹനീയമായിട്ടുള്ള വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാതെ കൊടുക്കുന്നതിനുള്ള ആ ഒരു സന്മനസ്സിൻ്റെ അനുഭവം കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകട്ടെ. അതൊരു നൽകപ്പെടുന്നതിൻ്റെ അനുഭവം കൂടെയാണ് ഈ ക്രിസ്മസിൻ്റെ അനുഭവം. അതാണല്ലോ സാന്താക്ലോസ് പറയുന്നത്. സാന്താക്ലോസിൽ പറയുന്നത് സാന്റ് നിക്കോളസ് എന്ന് പറയുന്ന ബിഷപ്പാണല്ലോ അതിനെ സാന്താക്ലോസായി മാറി. അതൊരു ആവശ്യത്തിലിരിക്കുന്നവർക്ക് തൻ്റെ കയ്യിലുള്ളത് നൽകുന്ന അനുഭവമാണ്. പാവപ്പെട്ടവർക്ക് നൽകി സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഇടപെടലും കൂടെ ഈ ക്രിസ്മസ് ദിനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ആ ഒരു വലിയ സന്തോഷവും അങ്ങനെ ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങൾ സഹായിക്കട്ടെ. തുടർന്നുള്ള പുതിയ വർഷവും എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സുദിനങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനം നിറഞ്ഞാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.